ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തിനെന്ന് വെച്ചാൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നാവിക് GD അതുപോലെ തന്നെ നാവിക് DB പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് എക്സാം ടോപ്പിക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സിലബസ് എന്തൊക്കെയാണ് തുടങ്ങിയ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നാവിക് GD അതുപോലെ തന്നെ DB പോസ്റ്റിലേക്കുള്ള എക്സാമിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അത് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത് CBT മെത്തേഡിലാണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ രീതിയിലാണ് ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടാവുക. ഈ ഒരു എക്സാമിനേഷൻ തന്നെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സെക്ഷൻ 1 അതുപോലെ തന്നെ സെക്ഷൻ 2 അങ്ങനെ 2 സെക്ഷൻസ് ആയിട്ടായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ നടക്കുക. 2 സെക്ഷനിലെയും ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അതായത് ഒരു ചോദ്യവും 4 ഓപ്ഷൻസും അത്തരത്തിലാണ് ചോദ്യങ്ങളെല്ലാം ഉണ്ടാവുക. ഓരോ ശരിയുത്തരത്തിന് നിങ്ങൾക്ക് ഓരോ മാർക്ക് വീതമാണ് ലഭിക്കുക. തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പം നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഒരു എക്സാമിനേഷൻ്റെ എക്സാം പാറ്റേൺ. ഇനി അടുത്ത നാവിക് DB പോസ്റ്റ്, അതായത് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് അപ്ലൈ ചെയ്ത് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആകെ ഒരു സെക്ഷനാണ് വരുന്നത്. അതായത് ഫസ്റ്റ് സെക്ഷൻ എക്സാമിനേഷൻ മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിൻ്റെ പാസ് മാർക്ക് നോക്കുകയാണെങ്കിൽ 30 മാർക്കാണ് ജനറൽ കാറ്റഗറിക്കും EWSനും OBCക്കും പാസ് മാർക്കായിട്ട് വരുന്നത്. SC ST കാൻഡിഡേറ്റ്സിന് 27 മാർക്കാണ് പാസ് മാർക്കായിട്ട് വരുന്നത്. ഇനി അടുത്ത നാവിക് GD എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു എക്സാമിനേഷന് അപ്ലൈ ചെയ്യുന്നവർ, അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ 2 സെക്ഷൻസിൻ്റെ എക്സാമും നിർബന്ധമായിട്ടും അറ്റംപ്റ്റ് ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. പാസ് മാർക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സെക്ഷനിൽ 30 മാർക്കും രണ്ടാമത്തെ സെക്ഷനിൽ 20 മാർക്കും അങ്ങനെ ടോട്ടൽ 50 മാർക്ക് സ്കോർ ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ജനറൽ കാറ്റഗറി അതുപോലെ തന്നെ EWS OBC കാൻഡിഡേറ്റ്സിന് എക്സാമിനേഷൻ പാസ് കിടക്കുകയുള്ളൂ. SC ST കാൻഡിഡേറ്റ്സിന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെക്ഷനിൽ 27 മാർക്ക് സ്കോർ ചെയ്തിരിക്കേണ്ടതാണ്. സെക്ഷൻ 2-ൽ 17 മാർക്ക് അങ്ങനെ ടോട്ടൽ 44 മാർക്ക് സ്കോർ ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും എക്സാമിനേഷൻ പാസ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും 2 സെക്ഷൻസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പാസ് ആയിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ പാസ് കിടക്കുകയുള്ളൂ. ഇനി അടുത്ത ഓരോ സെക്ഷനിലെ എക്സാമിനേഷനും എന്തൊക്കെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റാണ്, എത്ര ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത് നോക്കുകയാണെങ്കിൽ ആദ്യം സെക്ഷൻ 1 എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആകെ 60 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 60 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സെക്ഷൻ്റെ സമയദൈർഘ്യം നോക്കുകയാണെങ്കിൽ ആകെ 45 മിനിറ്റാണ് ഈ ഒരു സെക്ഷൻ്റെ സമയദൈർഘ്യം. ഈ ഒരു സെക്ഷനിൽ ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് നോക്കുകയാണെങ്കിൽ മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്, റീസണിങ്, GK തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു സെക്ഷനിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. മാത്സിൽ നിന്നും 20 ചോദ്യങ്ങളും സയൻസിൽ നിന്നും 10 ചോദ്യങ്ങളും ഇംഗ്ലീഷിൽ നിന്നും 15 ചോദ്യങ്ങളും റീസണിങ്ങിൽ നിന്ന് 10 ചോദ്യങ്ങളും GKയിൽ നിന്ന് 5 ചോദ്യങ്ങളും ഇങ്ങനെ 60 ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവുക. ഇനി അടുത്ത ഈ ഒരു സെക്ഷൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ആദ്യം മാത്സ് നോക്കാം. മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ആൽജിബ്രിക് ഐഡൻറ്റിറ്റീസ്, ലീനിയർ ഇക്വേഷൻ ആൻഡ് പോളിനോമിയൽസ്, സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ്, ബേസിക് ട്രിഗണോമെട്രി, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ലോസ് ആൻഡ് പെർസെൻറ്റേജ്, വർക്ക്, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ മെൻസുറേഷൻ, ജിയോമെട്രി, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നാണ് മാത്സിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഈ ഒരു ചോദ്യങ്ങളെല്ലാം 10ാം ക്ലാസ്സിലെ CBC ലെവലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഒരു സെക്ഷനിൽ നിന്ന് ഉണ്ടാവുക. ഇനി അടുത്ത സയൻസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നേച്ചർ ഓഫ് മാറ്റർ, യൂണിവേഴ്സ്, ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷന്, ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, വർക്ക്, എനർജി ആൻഡ് പവർ, ഹീറ്റ്, ടെമ്പറേച്ചർ, മെറ്റൽ ആൻഡ് നോൺ മെറ്റൽസ്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, മെഷേഴ്സ് ഇൻ സയൻസ്, സൗണ്ട് ആൻഡ് വേവ് മോഷന്, അറ്റോമിക് സ്ട്രക്ചർ തുടങ്ങിയ സെക്ഷനിൽ നിന്നാണ് സയൻസിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്ത ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ പാസേജ്, പ്രിപ്പോസിഷൻ, കറക്ഷൻ ഓഫ് സെൻറ്റൻസ്, ചേഞ്ച് ആക്റ്റീവ് ടു പാസീവ്, പാസീവ് ടു ആക്റ്റീവ് വോയിസ്, ചേഞ്ച് ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ്, ഇൻഡയറക്റ്റ് ടു ഡയറക്റ്റ്, വെർബ്, ടെൻസ്, നോൺഫിനിറ്റീസ്, പഞ്ച്വേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, ഫ്രേസൽ വെർബ് ഫോർ എക്സ്പ്രഷൻസ്, സിനോണിംസ് ആൻഡ് ആനോണിംസ്, മീനിങ് ഓഫ് ഡിഫിക്കൽട്ട് വേർഡ്സ്, യൂസ് ഓഫ് അഡ്ജക്റ്റീവ്സ്, കോമ്പൗണ്ട് പ്രിപ്പോസിഷന്, യൂസ് ഓഫ് പ്രോനൗൺസ് തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്ത റീസണിങ് നോക്കുകയാണെങ്കിൽ സ്പേഷ്യൽ, ന്യൂമറിക്കൽ റീസണിങ് ആൻഡ് അസോസിയേറ്റീവ് എബിലിറ്റി, സീക്വൻസ്, സ്പെല്ലിംഗ്, അൺസ്ക്രാംബ്ലിങ്, കോഡിംഗ് ആൻഡ് ഡീകോഡിങ് തുടങ്ങിയ സെക്ഷനിൽ നിന്നാണ് റീസണിങ്ങിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്ത GK നോക്കുകയാണെങ്കിൽ ജിയോഗ്രഫി, കൾച്ചർ ആൻഡ് റിലീജിയൻ, ഫ്രീഡം മൂവ്മെൻറ്റ്, ഇമ്പോർട്ടൻറ്റ് നാഷണൽ ഫാക്ട് അബൌട്ട് ഇന്ത്യ, ഹെറിറ്റേജ്, ആർട്സ് ആൻഡ് ഡാൻസ്, ഹിസ്റ്ററി, ഡിഫൻസ്, വാർ ആൻഡ് നെയ്ബേഴ്സ്, അവാർഡ്സ് ആൻഡ് ഓതേഴ്സ്,
ഡിസ്കവറീസ്, ഡിസീസ് ആൻഡ് ന്യൂട്രീഷൻ, കറണ്ട് അഫയേഴ്സ്, ലാംഗ്വേജ്, ക്യാപിറ്റൽ ആൻഡ് കറൻസീസ്, കോമൺ നെയിംസ്, ഫുൾ ഫോംസ് ആൻഡ് അബ്രിവേഷൻസ്, എമിനൻറ്റ് പേഴ്സണാലിറ്റീസ്, നാഷണൽ ബേർഡ്, അനിമൽസ്, സ്പോർട്സ്, ഫ്ലവർ, ആന്തം, സോങ്, ഫ്ലാഗ്, മൗണ്ടെയ്ൻസ്, സ്പോർട്സ് തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നാണ് ജി കെയിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്ത സെക്ഷൻ 2 എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അതിന് മുമ്പായിട്ട് ഒരുപാട് പേർ സ്റ്റഡി മെറ്റീരിയൽസ് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി അടുത്ത സെക്ഷൻ 2 എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആകെ 50 മാർക്കിനാണ് സെക്ഷൻ 2വിൻ്റെ എക്സാമിനേഷൻ ഉണ്ടാവുക. സമയദൈർഘ്യം നോക്കുകയാണെങ്കിൽ ആകെ 30 മിനിറ്റാണ് ഈ ഒരു എക്സാമിനേഷൻ സമയദൈർഘ്യം. ആകെ 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 50 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് സെക്ഷൻ 2വിലെ എക്സാമിനേഷന് ചോദിക്കാൻ നോക്കുകയാണെങ്കിൽ മാത്സ് അതുപോലെ തന്നെ ഫിസിക്സ് തുടങ്ങിയ 2 സബ്ജക്റ്റിൽ നിന്നാണ് ഈ ഒരു സെക്ഷനിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. മാത്സിൽ നിന്നും ആകെ 25 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഫിസിക്സിൽ നിന്നും ആകെ 25 ചോദ്യങ്ങളും. അങ്ങനെ ടോട്ടൽ 50 ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിലെ എക്സാമിനേഷൻ ഉണ്ടാവുക. ഇനി അടുത്ത സിലബസ് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സിൽ നിന്നും സെറ്റ്സ്, റിലേഷൻ ആൻഡ് ഫങ്ഷൻസ്, ഓൾജിബ്ര, വെക്ടർ ആൻഡ് 3 ഡയമെൻഷനിൽ, ജിയോമെട്രി, ലീനിയർ പ്രോഗ്രാമിംഗ്, കോർഡിനേറ്റ് ജിയോമെട്രി, കാൽക്കുലസ്, മാത്തമാറ്റിക്കൽ റീസണിങ്, പ്രോബബിലിറ്റി, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, സിമ്പിൾ മെൻസുറേഷൻ, ജിയോമെട്രി, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നാണ് ഈ ഒരു സെക്ഷനിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ +1 +2 അതായത് CBSE സിലബസിലുള്ള +1 +2 രീതിയിലായിരിക്കും ഈ ഒരു ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്ത ഫിസിക്സിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെൻറ്റ്, കൈനമാറ്റിക്സ്, ലോ ഓഫ് മോഷന്, വർക്ക്, എനർജി ആൻഡ് പവർ, ന്യൂട്ടൺസ് ലോസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, സർക്കുലർ മോഷൻ, മോഷൻ ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡി, ഗ്രാവിറ്റേഷൻ, പ്രോപ്പർട്ടി ഓഫ് ബൾക്ക് മാറ്റേഴ്സ്, തെർമോഡൈനാമിക്സ്, ബിഹേവിയർ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് ആൻഡ് കൈനറ്റിക് തിയറി, ഓസിലേഷൻ ആൻഡ് വേവ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടറിങ് കറണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഒപ്റ്റിക്സ്, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻസ്, ആറ്റം ആൻഡ് ന്യൂക്ലിയൈ, ഇലക്ട്രോണിക് ഡിവൈസ്, കമ്മ്യൂണിക്കേറ്റിംഗ് സിസ്റ്റംസ് തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു സെക്ഷനിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെയാണ് ഈ ഒരു സെക്ഷൻ 2വിൻ്റെ സിലബസ് വരുന്നത്. ഇങ്ങനെ 2 സെക്ഷൻസ് ആയിട്ടാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നാവിക് GD അതുപോലെ തന്നെ DB പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് എക്സാം നടക്കുന്നത്. അപ്പോൾ GD പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും 2 സെക്ഷൻസിൻ്റെ എക്സാമിനേഷൻ നിർബന്ധമായിട്ട് അറ്റംപ്റ്റ് ചെയ്തിരിക്കേണ്ടതാണ്. DB പോസ്റ്റിലേക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നവർ ആദ്യത്തെ സെക്ഷൻ്റെ എക്സാം മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ എക്സാം സിലബസ് അതുപോലെ തന്നെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏകദേശം ഐഡിയ ലഭിച്ചു കാണും എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.